നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു കിട്ടിലൻ ഫോണുമായിട്ടാണ്. എന്താണ് ഈ ഫോണിന്റെ പ്രത്യേകത? നമുക്ക് നോക്കാം. ഈ ഫോണിൽ കളർ വേരിയന്റിലാണ് വരുന്നത്. അത് ഏതൊക്കെ കളറാണെന്ന് നിങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് നോക്കിയാൽ മതി. കാരണം കളറിൽ കാര്യമില്ല, അതിന്റെ ഉള്ളിലുള്ളതിലാണ് കാര്യം. നോക്കാം നമുക്ക് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന്. ആദ്യം ഇതിന്റെ 2 സ്റ്റോറേജ് വേരിയന്റ് ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. 128 GB 256 GB. ഇവിടെ 2 റാം വേരിയന്റ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 6 GB റാമും 8 GB റാമും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംവിധാനങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെ പ്രൊസസറിലേക്ക് നോക്കുന്ന സമയത്ത് MediaTek Dimensity 7050 എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസർ തന്നെയാണ് ഈ ഫോണിലും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് സാധിക്കും. അതായത് റിയൽ ക്യാമറ 50 മെഗാ പിക്സൽ വരുന്നുണ്ട്, ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു ഫോണിൽ സാധിക്കുന്നുണ്ട്. എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് HD ദൃശ്യമികവോടെയൊന്നും ഫോട്ടോസ് കിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഡിസ്പ്ലേ ആണ് എനിക്ക് വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഗ്രേറ്റ് 120 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും കാര്യങ്ങൾ. ഏത് ഡിസ്പ്ലേ AMOLED ആയതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അത്യാവശ്യം നൈസ് ആയിരിക്കും. ഇനി ഇതിന്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട് ഫാസ്റ്റ് ചാർജ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതുതന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. വെരി ഗുഡ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നതിൽ അഭിമാനം തോന്നുന്നു എനിക്ക്. അഭിമാനമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ കൊടുത്താലല്ല എന്റെ ഫോണൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഏത് ഇതില് നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് ഒരു ചാർജറും കേബിളും എല്ലാം. പിന്നീട് ഇതിന്റെ മറ്റു കുറച്ച് ഫീച്ചേഴ്സുകളിലേക്ക് വരുന്ന സമയത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. അതുകൊണ്ട് സൈഡിലിട്ട് കുത്തേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ വരുന്ന ഫോണുകളെല്ലാം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് തന്നെയാണ് വരുന്നത്. എങ്കിലും പറഞ്ഞതെന്ന് മാത്രം. ഇത് കുറച്ച് പഴയ ഫോണാണ്. അതുകൊണ്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. വലിയ രീതിയിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഫോണിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നീട് IP54 വാട്ടർ റെസിസ്റ്റന്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ചെറിയ രീതിയിൽ വെള്ളവും കാര്യങ്ങളൊന്നും നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിന്റെ പ്രൈസിലേക്ക് വരാം. ഇതിന്റെ പ്രൈസ് വേരിയന്റ് വരുന്നത് 6 GB റാമിന് 128 GB ഇന്റേണലിലും വരുന്നത് 13,999 രൂപയാണ്. 8 GB റാമിനും 128 GB ഇന്റേണലിലും വരുന്നത് 14,999 രൂപയാണ്. Realme P1 5G എന്നാണ് ഈ ഒരു ഫോണിന്റെ പേര്. ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.